ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ആർഡേഴ്സ് നിഷ് ദിസ് നിഷ വിജയകുമാർ ഹിയർ. അപ്പോൾ ഇന്ന് ആഫ്റ്റർ വെരി വെരി ലോങ് ടൈം ഞാൻ ഒരു വീഡിയോ ഫോർമാറ്റിൽ വന്നിരിക്കുകയാണ്. ഐ ബീൻ വാണ്ടിങ് ടു ഡു ദിസ് വീഡിയോ ഫോർ എ വെരി ലോങ് ടൈം. പക്ഷേ നീട്ടി വെച്ച് വെറും മടി വേറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫൈനലി ഐ തോട്ട് ഓക്കെ, ഇനിയിപ്പം ഇവിടെ സമ്മർ ആയി തുടങ്ങുകയാണല്ലോ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. സോ യെസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ വീഡിയോൻ്റെ ടൈറ്റിൽ തംബ്നെയിൽ ഒക്കെ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് അഫോർഡബിൾ സൺസ്ക്രീൻസാണ്. ആൻഡ് ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയുകയാണ്, ഇത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഞാൻ നൈക്കിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്ന സൺസ്ക്രീൻസാണ്. ഐ ഡോണ്ട് തിങ്ക് ദിസ് അവൈലബിൾ ഹിയർ ഇൻ ഖത്താർ. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. ബട്ട് ഇവിടുന്ന് ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്നത് വളരെ കുറവാണ്. ഐ യൂസ്ഡ് ഫ്യൂ ഓഫ് ദം, പക്ഷേ എനിക്ക് അതൊന്നും എൻ്റെ സ്കിന്നിന് സൂട്ടബിളായിട്ട് ഉണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും ബ്രേക്ക് ഔട്ട്സ് വരാറുണ്ട് അങ്ങനെ. ആൻഡ് വൈറ്റ് കാസ്റ്റ് ഇസ് ദ മെയിൻ ഇഷ്യൂ ഹിയർ. ഓക്കെ, ഐ ജസ്റ്റ് കെ നോട്ട് വർക്ക് വിത്ത് വൈറ്റ് കാസ്റ്റ്. അത് എങ്ങനെ എത്ര ബ്ലെൻഡ് ചെയ്താലും എനിക്കത് എന്തോ ശരിയാവാറില്ല. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത കുറച്ച് സൺസ്ക്രീൻസാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. സോ ആദ്യം ഈ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ഫോക്കസിങ്. ഓക്കെ, സോ ഇത് അക്വലോജിക്കിൻ്റെ SPF 50+ൻ്റെ സൺസ്ക്രീൻ സ്റ്റിക്കാണ്. ഓക്കെ, ഇറ്റ് കംസ് ലൈക്ക് ദിസ്. ഇതിനൊരു കവറും കൂടെ ഉണ്ട്, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. ഓക്കെ, ഇതിപ്പം ഞാൻ യൂസ് ചെയ്ത് തീരാറായി, പക്ഷേ ഞാൻ ഇത് മെയ്ത്താണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. ഓക്കെ, എനിക്കിത് മുഖത്ത് യൂസ് ചെയ്തിട്ട് എനിക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദർ വാസ് എ റിയാക്ഷൻ. ഐ യൂസ് ടു ഗെറ്റ് ഹ്യൂജ് പിമ്പിൾസ്. Okay, I think you can see. ഓക്കെ, ചെറിയൊരു വൈറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഓക്കെ, ഇത് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ്. ദർ നോ വൈറ്റ് കാസ്റ്റ്. പക്ഷേ ഇത് തന്നെ ആക്നി പ്രോൺ അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ വരുന്ന സ്കിന്നാണെങ്കിൽ ഐ വുഡ് നോട്ട് സജസ്റ്റ് ദിസ്, ബിക്കോസ് ഞാൻ ആദ്യമേ യൂസ് ചെയ്ത് പണി കിട്ടിയ ഒരു സൺസ്ക്രീനാണ്. ദ നെക്സ്റ്റ് സൺസ്ക്രീൻ സ്റ്റിക്ക് ദാറ്റ് ഐ എം യൂസിങ്, ഞാനല്ല യൂസ് ചെയ്യുന്നത്, ഷെജിനാണ് ഇത് അധികവും യൂസ് ചെയ്യാറ്. ഇത് സെയിം മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ സ്റ്റിക്കാണ്. കമ്പയർഡ് ടു അക്വലോജിക്ക ഇത് കുറച്ചും കൂടെ എനിക്കൊരു ഗ്രീസി ഫീല് വരുന്നുണ്ട് ഇതിന് അക്വലോജിക്കൻ്റെ അത്ര പോലും വൈറ്റ് കാസ്റ്റ് ഇല്ല. അക്വലോജിക്കയ്ക്ക് വെരി മിനിമൽ, ഇതിന് വൈറ്റ് കാസ്റ്റേ ഇല്ല. പക്ഷേ ഇറ്റ് ഡസൻ ഫീൽ ദാറ്റ് ലൈറ്റ് ഓൺ അവർ സ്കിൻ. കുറച്ചൊരു ഓയിലി ഫീല് പോലെ വരും ഇതിന്. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ I wouldn't recommend this. Dry skin ഒക്കെ ആണെങ്കിൽ this is okay. Okay, so this is the second one. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് is my current favorite എന്ന് പറയാൻ പറ്റില്ല, but it's good. I like it. മിനിമലിസ്റ്റിൻ്റെ ഇത് ലൈറ്റ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് സൺസ്ക്രീനാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് കാണിക്കുക? ഓക്കെ, ലിറ്റിൽ വെയിറ്റ്. ഇറ്റ്സ് കുറച്ച് വാട്ടറി ആണ്. അങ്ങനെ നമ്മൾ ജെൽ ക്രീമോ അങ്ങനത്തെ ടെക്സ്ചറൊന്നുമല്ല. ഓക്കെ, സോ എവിടെ എൻ്റെ ക്യാമറ? ഓക്കെ, ഇങ്ങനെ ഇതാണ് എന്താ. ഓക്കെ, കഴിഞ്ഞിപ്പോയി. വൈറ്റ് കാസ്റ്റും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഭയങ്കര ഒരു വാട്ടറി ഇതല്ല. പക്ഷെ നമ്മൾ നോർമൽ മോയ്സ്ചറൈസൊക്കെ വരും, അത്ര തിക്നെസ്സും ഇല്ല. മറ്റേ സ്റ്റിക്കിൻ്റെ അത്ര ഓയിൽ ഇത് വരുന്നില്ല, ബട്ട് എന്നാലും ഉണ്ട് കേട്ടോ. ബട്ട് നോട്ട് ടു മച്ച്. ഇറ്റ്സ് ഓക്കെ. ഓയിലി സ്കിന്നായിരിക്കും അങ്ങനെ, അൺലെസ് യുവർ ഫേസ് ഇസ് വെരി ഓയിലി ഓൾ ദ ടൈം, എന്നാലേ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് അധികം വാട്ടറി കൺസിസ്റ്റൻസീൻ്റെ സൈഡിലേക്കാണ് ഇതിന് ചായ്വ്. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, മിനിമലിസ്റ്റിൻ്റെ. ഇനി ഞാൻ കാണിക്കുന്നത് ഈസ് മൈ ഫേവറേറ്റ്. ഇത് ഞാൻ ഇനിയും 2-3 സ്റ്റോക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ദിസ് ഈസ് ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ.
I don't think that anything else can overtake this. ഇത് സൂപ്പർ ലൈറ്റ്, സൂപ്പർ വാട്ടറി കണ്ടോ, ഇത് ഇതായി പോകുന്നത് കണ്ടോ, ഇറ്റ്സ് ദിസ് വാട്ടറി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വളരെ ലൈറ്റാണ് സ്കിന്നിൻ്റെ മുകളിൽ. സി, ഇറ്റ് ജസ്റ്റ് ഫീൽസ് സോ ഗുഡ്. ചില ദിവസം മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിട്ട് പോയിട്ടുണ്ട്. ഇറ്റ് ഇസ് ദാറ്റ് ഗുഡ്. അത് കഴിഞ്ഞു. ആൻഡ് ഒരു അതിന് ഫ്ലൂയിഡ് ടൈപ്പ് വാട്ടറി കണ്ടൻറ്റ് അധികം ആയതുകൊണ്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൂളിങ്ങും ഫീൽ ചെയ്യും. ഐ തിങ്ക് ഇതിൻ്റെ വാട്ടർമെലൺ ഫ്ലേവേഴ്സൊക്കെ വരുന്നുണ്ട്, അതിന് കുറച്ചും കൂടെ അധികമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഇറ്റ്, ഐ ഹവൻറ്റ് യൂസ് ദ വാട്ടർമെലൺ ഫ്ലേവർ. ഓക്കെ, ബട്ട് ദിസ് ഈസ് ലൈക്ക്, ഇവിടെ പോയോ, ദിസ് ഈസ് ദി ബെസ്റ്റ് സൺസ്ക്രീൻ ദറ്റ് ഐവ് യൂസ്ഡ് ടിൽ ഡേറ്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡോട്ട് ആൻഡ് കീൻ്റെ മിനിമലിസ്റ്റിനും എൻ്റെ ഫേസിൽ അങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ബ്രേക്ക്ഔട്ട്സോ വേറെ ഒരു സൈഡ് എഫക്ട്സും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു സുഖം തോന്നുന്നത് ആ സൺസ്ക്രീനിൻ്റെ ഹെവിനെസ്സോ ഒന്നും ഇല്ലാണ്ട് it makes you feel so good. That is Dot & Key. This is like my favorite and I'll vouch for this anytime, any day. Okay, sunscreen use ചെയ്യാൻ താല്പര്യമുണ്ട്, but you just don't like how it feels, blah blah blah. ആ പ്രശ്നം ഒക്കെ സോൾവ് ചെയ്യാൻ ജസ്റ്റ് വൺ സ്റ്റോപ്പ് ഇസ് Dot & Keyൻ്റെ ഈ സൺസ്ക്രീൻ. പിന്നെ ലാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് Dot & Keyൻ്റെ കൂളിംഗ് ബോഡി സ്പ്രേ സൺസ്ക്രീനാണ്. ശരിയാണ്, Dot & Keyൻ്റെ ആയതുകൊണ്ട് ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്, ഒരു കൂളിംഗ് എഫക്റ്റ് എല്ലാം ഉണ്ട്. പക്ഷെ അത് സൺസ്ക്രീൻ എത്ര എഫക്റ്റീവ് ആണെന്നുള്ളത് എനിക്കറിയില്ല. സോ വെൻ യു സ്പ്രേ, കാണുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. യു ജസ്റ്റ് റബ് ഇറ്റ് അക്രോസ്, ഫിനിഷ്, തീർന്നു, ഇത്രേ ഉള്ളൂ. ഓക്കെ, അത് അബ്സോർബ് ചെയ്യാനും ബോഡിയിലേക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് സ്പ്രേ ഇറ്റ്, ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ ഇറ്റ്സ് ദെയർ, ഇറ്റ്സ് ഡൺ. പക്ഷെ അതന്നെ ഞാൻ പറഞ്ഞ പോലെ സ്പ്രേ ആയതുകൊണ്ട് ഇതിൻ്റെ കവറേജ് എത്രത്തോളം ഉണ്ടെന്നോ അങ്ങനത്തെ ടെക്നിക്കൽ സ്പെസിഫിക് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. സോ യെസ്, ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് വീഡിയോ. ഐ ഹോപ്പ് ഈ വീഡിയോ ആർക്കെങ്കിലും കുറച്ച് യൂസ്ഫുൾ ഓർ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. Until we meet in another video, keep watching Ada's Niche. Ta-da!